Good morning, students. Welcome to today's class. Today we are discussing about laser, that is light amplification by stimulated emission of radiation. Okay, laser is also another optical source we are used in optical fiber communication. Okay, so from the name itself, light amplification by stimulated emission of radiation. So here radiation by using stimulated emission. Okay, so here the light is amplified by stimulated emission. Okay, in laser, light amplification done by using stimulated emission, right? Now there are some properties, so we can study what is light amplification and what is stimulated emission. That's all. Okay, now properties of laser. Line width of light by laser is very narrow. So നമ്മൾ laser different applications use ചെയ്യുന്നുണ്ട്. So medical applications, industrial applications, commercial applications. So medical applicationൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ലേസേഴ്സ് എന്ന് പറയുമ്പോൾ നാരോ ആണ് ലേസർ ലൈറ്റ്. സോ ലൈൻ വിഡ്ത്ത് ലേസറിന്റെ ലൈൻ വിഡ്ത്ത് വെരി നാരോ ആണ്. ഓക്കെ, സോ വെരി നാരോ ആൻഡ് കൊഹറൻ ലൈൻ വിഡ്ത്ത് ആണ് ലേസറിനുള്ളത്. സോ ലേസർ ഈസ് മോണോക്രോമാറ്റിക് ഓർ മോണോക്രോമാറ്റിസിറ്റി പ്രോപ്പർട്ടി ഉണ്ട് ലേസറിന്. ദാറ്റ് ലേസർ ഹാസ് സിംഗിൾ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഓക്കെ, അത് ഓരോ ലേസറിനും ഓരോ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആയിരിക്കും. ഓക്കെ, now coherent light means it has same phase frequency and wavelength. Okay, coherent light for laser have coherence property. It has same phase frequency and wavelength. So coherent light waves in laser, and in laser it is high directivity. So since we are using in medical application, directivity higher ആണ്. സോ നമുക്ക് ഒരു പോയിന്റിലോട്ട് വരണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് ആ ഒരു കറക്റ്റ് പോയിന്റിൽ എത്തിക്കാൻ നമുക്ക് ലേസറിനെ കൊണ്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഹൈ ഇന്റൻസിറ്റി ഓഫ് ബീം. The beam from or the light emitting from the laser have high intensity because of light amplification. Then stability of beam is excellent and also high quantum efficiency. The quantum efficiency of laser is higher as compared to LED. Can travel very long distance. Okay, ഇത് ഹൈ ഡയറക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ അതായത് ഒരു കറക്റ്റ് പോയിന്റിലോട്ട് സ്പോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വെരി ലോങ് ഡിസ്റ്റൻസിൽ യൂസ് ചെയ്യാം. ഓക്കെ, നാരോ സ്പെക്ട്രൽ വിഡ്ത്ത്. ഓക്കെ, കൊഹറൻ ലൈറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ കൊഹറൻസ് പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് സ്പെക്ട്രൽ വിഡ്ത്ത് നാരോ ആണ്. അതുപോലെ തന്നെ മോഡുലേഷൻ റേറ്റ് ഹയർ ആണ്. സോ ഹയർ ട്രാൻസ്മിഷൻ റേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, മോഡുലേഷൻ റേറ്റ് ഹയർ ആയതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ റേറ്റും കൂടും. ഓക്കെ, സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലേസർ. Okay, then working of laser. Mainly there are three working types, or the working of laser can be divided into three types. That is, or the working steps can be divided into three. That is stimulated absorption, spontaneous emission, and stimulated emission. Okay, stimulated absorption, spontaneous emission, and stimulated emission. ഈ മൂന്ന് ഓക്കെ ഈ മൂന്ന് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ലേസർ ഡയോഡ് കടന്നു പോകുന്നത്. ദാറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, ഇനി ഇത് മൂന്നും എന്താണെന്ന് ഞാൻ സെപ്പറേറ്റ് പറയാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു ആറ്റംസിലുള്ള ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ, അതായത് ലോ എനർജി ലെവലാണ്, ഗ്രൗണ്ട് ലെവലാണ് വാലൻസ് ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ് പറയുമ്പോൾ ഹൈ എനർജി ലെവലാണ് ഓർ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, നൗ ഈ ഇലക്ട്രോൺസിന് നമ്മൾ ഒരു എനർജി, എക്സ്റ്റേണൽ എനർജി ഫോട്ടോൺ കൊടുത്താൽ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ആണ് പറയുന്നത്. ഒരു ഫോട്ടോൺ, അതായത് ഇലക്ട്രോൺസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ലോവർ എനർജി ലെവൽ ആവും, ഹയർ സ്റ്റേറ്റിലാണ് ഹൈ എനർജി ലെവൽ. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺസ് ഒരു യൂണിറ്റ് എനർജി ഉള്ളെങ്കിൽ വാലൻസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിന് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്ര 5 യൂണിറ്റ് എനർജി ഉണ്ടാവും. സോ നമുക്കൊരു 4 യൂണിറ്റ് എനർജി, ദാറ്റ് 5 - 1 4 യൂണിറ്റ് എനർജി കൊടുത്താലേ ഇലക്ട്രോൺസ് ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുള്ളൂ. സോ ഒരു Hν എന്നുള്ള ഒരു ഫോട്ടോൺ ഓഫ് എനർജി, ഒരു ഫോട്ടോൺ വരുന്നത്, ഫോട്ടോൺ ഓഫ് എനർജി Hν ഉള്ള എനർജി, ദാറ്റ് ഈസ് 4 യൂണിറ്റ് എനർജി നമ്മൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിന് കൊടുത്താൽ ഇലക്ട്രോൺസ് ഈ എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ ഒരു എക്സ്റ്റേണൽ എനർജി ഓർ എക്സ്റ്റേണൽ ഫോട്ടോൺ Hν നമ്മൾ ഈ ഒരു ഇലക്ട്രോൺസിന് കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. സോ ദിസ് എനർജി ഷുഡ് ബി
equal to 4 unit. Okay, that ground state 1 unit, this is ground state and this is excited state. Okay, so the ground state electrons or external h nu energy കൊടുത്താൽ അല്ലെങ്കിൽ photon energy കൊടുത്താൽ അത് absorb ചെയ്തിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യും, excited സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്തു ബൈ അക്വയറിംഗ് എനർജി. ദാറ്റ് ഈസ് കാൾഡ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്നത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തു, ഒരു ഫോട്ടോൺ ഓഫ് എനർജി സ്റ്റിമുലേറ്റ് ചെയ്തപ്പോഴാണ്, ഈ സ്റ്റിമുലേഷൻ കാരണമാണ് ഈ എനർജി അക്വയർ ചെയ്ത് ഇത് അബ്സോർബ് ചെയ്തിട്ടാണ് ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, ഹൈ എനർജി ലെവലിലോട്ട് മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. സോ ദ ഫോട്ടോൺ ഓഫ് എനർജി സ്റ്റിമുലേറ്റ്, അതായത് ഫോട്ടോൺ സ്റ്റിമുലേറ്റ് ചെയ്തു ഇലക്ട്രോൺസിനെ, ഈ ഇലക്ട്രോൺസ് ഈ എനർജി അക്വയർ ചെയ്തിട്ടാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്, മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ. സോ ദ ഇലക്ട്രോൺസ് ഇപ്പോൾ എവിടെ എത്തി, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് എത്തി. ഈ ഇലക്ട്രോൺസിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ലൈഫ് സ്പാൻ പറയുമ്പോൾ നാനോ സെക്കൻഡ്സ് ആണ്, അതായത് ലൈഫ് സ്പാൻ വളരെ കുറവാണ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. സോ ഇലക്ട്രോൺസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് വിൽ മൂവ് ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് by emitting h nu energy. Okay, ഇനി സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോൺസ്, അതായത് നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസിന്റെ ലൈഫ് സ്പാൻ പറയുമ്പോൾ നാനോ സെക്കൻഡ്സ് ആണ് അതിന്റെ ലൈഫ് സ്പാൻ. അപ്പോൾ അത് അധികം നേരം അത് അൺസ്റ്റേബിൾ ആണ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. സോ അത് എന്ത് ചെയ്യും, മൂവ് ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചു വരും ബൈ എമിറ്റിംഗ് ദാറ്റ് ഫോട്ടോൺ ഓഫ് എനർജി, എച്ച് ന്യൂ എനർജി. നമ്മൾ എത്ര എനർജിയാണ് നമ്മൾ അതിനെ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷന് വേണ്ടി, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യാൻ നമ്മൾ കൊടുത്തത്, ആ എനർജി തിരിച്ചിങ്ങോട്ട് എമിറ്റ് ചെയ്തിട്ട് അത് നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തന്നെ വരും. ദാറ്റ് ഇസ് സ്പോണ്ടേനിയസ് എമിഷൻ. അതായത് ഒരു ചെറിയ എമൗണ്ട് ഓഫ് എനർജി, ഒരു വൈബ്രേഷൻ, ഒരു ചെറിയ എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ തന്നെ ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. അതായത് ഇതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ലൈഫ് സ്പാൻ വളരെ കുറവാണ്, നാനോ സെക്കൻഡ്സ് ആണ്. സോ അത് അധികം നേരം അവിടെ നിൽക്കില്ല, അവിടെ അൺസ്റ്റേബിൾ ആണ്. ഇലക്ട്രോൺസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ഇറ്റ് വിൽ മൂവ് ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് എച്ച് ന്യൂ എനർജി. ദാറ്റ് ഈസ് കാൾഡ് സ്പോണ്ടേനിയസ് എമിഷൻ. അത് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ഓക്കെ, അത് ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല, ചെറിയൊരു എനർജി വരുമ്പോൾ അത് എന്ത് ചെയ്യും, സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്, പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് ആണ്, തനിയെ നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ട് ദാറ്റ് ഇസ് കാൾഡ് സ്പോണ്ടേനിയസ് എമിഷൻ. സോ ദ ഇലക്ട്രോൺസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇസ് അൺസ്റ്റേബിൾ ഓർ ഇറ്റ് ഹാസ് എ ലൈഫ് സ്പാൻ ഓഫ് ഓൺലി നാനോ സെക്കൻഡ്സ് ആൻഡ് ഇറ്റ് വിൽ മൂവ് ബാക്ക് ടു ദ ground state by emitting h nu energy. That is called spontaneous emission. That is happening spontaneously. Okay, now next third അതായത് നമ്മളെ ലേസറിൽ നടക്കുന്നത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് എങ്ങനെ, ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴിയാണ് നടക്കുന്നത്. സോ വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദിസ് ഇസ് ഇതാണ് ഫോട്ടോണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇലക്ട്രോൺസ്. ഇപ്പൊ എവിടെ ഉണ്ട് ഇലക്ട്രോൺസ്, നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടുണ്ട്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസ് സ്പോണ്ടേനിയസ് എമിഷന് നമ്മൾ വെയിറ്റ് ചെയ്യാതെ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസിലോട്ട് നമ്മൾ ഒരു ഫോട്ടോൺ ഓഫ് എനർജി കൊടുക്കും. ഓക്കെ, സോ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസ് ഒരു ഫോട്ടോൺ ഓഫ് എനർജി, അതായത് ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ലൈറ്റ് കൊടുത്ത് ഫോട്ടോൺ ഓഫ് എനർജി കൊടുത്താൽ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസ് പെട്ടെന്ന് തന്നെ എങ്ങോട്ട് വരും, ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. സോ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുന്ന ഇലക്ട്രോൺസിൽ ഓൾറെഡി നമ്മൾ ഇത് അബ്സോർബ് ചെയ്ത്, ഇപ്പോൾ 1 യൂണിറ്റ് ആണ് ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ളതെങ്കിൽ 5 യൂണിറ്റ് ആണ് ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെങ്കിൽ ഇത് 4 യൂണിറ്റ് കിട്ടിയാൽ ഇത് ഇലക്ട്രോൺസ് എങ്ങോട്ട് അബ്സോർബ് ചെയ്യും, സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ വഴി എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഇത് താഴോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ആ എച്ച് ന്യൂ എനർജി 4 യൂണിറ്റ് ഉള്ള എനർജി ഉണ്ട് അല്ലേ. അപ്പോൾ അത് സ്പോണ്ടേനിയസ് എമിഷൻ ആയി പുറത്ത് പോകേണ്ടതാണ്. പക്ഷെ നമ്മളൊരു ഫോട്ടോൺ ഓഫ് എനർജി എക്സ്ട്രാ കൊടുത്തു. എന്തിന്, ഇത് എക്സൈറ്റഡ് സ്പോണ്ടേനിയസ് എമിഷന് കാത്തു നിൽക്കാതെ ഒരു എക്സ്ട്രാ എനർജി, ഫോട്ടോൺ ഓഫ് എനർജി കൊടുക്കുമ്പോൾ ഇതെങ്ങോട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും ബൈ എമിറ്റിംഗ് ടു എനർജി. അപ്പോൾ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇതിന്റെ ലൈറ്റ് ഇന്റൻസിറ്റി കൂടും. സോ ലൈറ്റ് എനർജി ആംപ്ലിഫൈ ചെയ്യും ബൈ 2 എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മൾ ഇവിടെ അബ്സോർബ് ചെയ്ത 4 യൂണിറ്റ് എച്ച് ന്യൂ എനർജിയും അതുപോലെ തന്നെ നമ്മൾ ഈ ഫോട്ടോൺ എക്സ്ട്രാ കൊടുത്ത എനർജിയും കൂടി ഇവിടെ എമിറ്റ് ചെയ്യും. സോ ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ള എനർജി ഇവിടെ ലൈറ്റ് ആംപ്ലിഫൈ ചെയ്തു. സോ ദീസ് എനർജി, ഈ 2 എമിറ്റഡ് എനർജി എന്തിനു വേണ്ടി യൂസ് ചെയ്യും, അടുത്ത ഇലക്ട്രോൺസിനെ
എക്സൈറ്റ് ചെയ്യാനും അതായത് അടുത്ത ഇലക്ട്രോൺസിനെ എമിഷന് വേണ്ടി യൂസ് ചെയ്യും. സോ എക്സൈറ്റഡ് ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരാൻ ഈ രണ്ട് എനർജി അടുത്ത ഇലക്ട്രോൺസിന് യൂസ് ചെയ്യും. അപ്പോഴും വീണ്ടും 3 എനർജി അങ്ങനെയാണ് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നത്. സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഒരു ഫോട്ടോൺ ഓഫ് എനർജി കൊടുക്കുമ്പോൾ ഇത് സ്പോണ്ടേനിയസ് എമിഷൻ വഴി വരാനും വേണ്ടി അതിൻ്റെ കയ്യിൽ ഒരു 4 യൂണിറ്റ് എനർജി ഉണ്ടാവും. അത് യൂസ് ചെയ്യാതെ തന്നെ ഈ ഫോട്ടോൺ ഓഫ് എനർജി യൂസ് ചെയ്തിട്ട് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. സോ അത് ഇറ്റ് വിൽ എമിറ്റ് 2 എനർജി ഓർ ആംപ്ലിഫൈഡ് എനർജി. അതായത് നമ്മളിപ്പോൾ കൊടുത്ത ഫോട്ടോൺ ഓഫ് എനർജിയും അതുപോലെ തന്നെ നമ്മുടെ 4 യൂണിറ്റിൽ അത് അക്വയർ ചെയ്ത എനർജി അത് അബ്സോർബ് ചെയ്യില്ല, അതും എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ദിസ് ഇസ് കാൾഡ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ. ഈ ലൈറ്റ് പിന്നെ നെക്സ്റ്റ് ഇലക്ട്രോൺസിനെ സ്റ്റിമുലേറ്റഡ് എമിഷന് വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ ലൈറ്റ് എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്തു ബൈ യൂസിങ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതായത് സ്പോണ്ടേനിയസ് എമിഷൻ നാച്ചുറലായിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരാതെ നമ്മൾ എക്സ്റ്റേണൽ ഫോട്ടോൺ ഓഫ് എനർജി കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യിക്കുന്നതിനാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയാം. ഓക്കെ. Now next, population inversion. Okay, population inversion എന്താന്ന് വെച്ചാൽ due to metastable state more electrons can stay in that state due to longer life. അതായത് ലോങ്ങർ ലൈഫ് ഉണ്ട് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന്. ഓക്കെ. നെക്സ്റ്റ് പോപ്പുലേഷൻ ഇൻവേർഷൻ ആണ്. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പോപ്പുലേഷൻ എന്ത് ചെയ്യാം, ഇൻവേർട്ട് ചെയ്യാം. അതായത് നോർമലി ഈ ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് മുഴുവൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റിലാവും കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവുക അല്ലേ. പക്ഷേ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, അതായത് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ഇടയിൽ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന് ലോങ്ങർ ലൈഫാണ് ആസ് കമ്പയർഡ് ടു എന്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് പോകും. കാരണം എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസ് നാനോ സെക്കൻഡ്സ് അതിൻ്റെ ലൈഫ് ടൈം ഉള്ളൂ. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിന് മില്ലി സെക്കൻഡ്സ് ലൈഫ് ടൈം ഉണ്ട്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് സ്പോണ്ടേനിയസ് എമിഷൻ വഴി മില്ലി സെക്കൻഡിലുള്ള മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. സോ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് കൂടും ദാൻ എന്ത് പോപ്പുലേഷൻ ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള പോപ്പുലേഷനിലേറെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് ഈസ് കാൾഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ. സോ പോപ്പുലേഷൻ എന്തായി, ഇൻവേർട്ടഡ് ആയി. സോ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് കൂടി ആസ് കമ്പയർഡ് ടു ദ ഇലക്ട്രോൺസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ബിക്കോസ് ദ മെറ്റാസ്റ്റേബിൾ ഹാസ് ഹയർ ലൈഫ് സ്പാൻ ഓർ ലോങ്ങർ ലൈഫ് ടൈം ദാൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്തു സ്പോണ്ടേനിയസ് എമിഷൻ വഴി. സോ ഇറ്റ് ഹാസ് അതായത് ജസ്റ്റ് മൂവ് ചെയ്യാണ്, എമിഷൻ ഇലക്ട്രോൺ എമിഷൻ ഒന്നും നടക്കുന്നില്ല. സോ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് ജസ്റ്റ് നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് ജസ്റ്റ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്തു. ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോട്ടോൺ ഓഫ് എനർജി നമ്മൾ കൊടുക്കുന്നത്. ഈ ഫോട്ടോൺ ഓഫ് എനർജി ഇത് അക്വയർ ചെയ്തിട്ട് ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും ആൻഡ് ആൾസോ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കും. സോ മൾട്ടിപ്പിൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. നമ്മുടെ ഫോട്ടോൺ ഓഫ് ലൈറ്റ് മൾട്ടിപ്ലൈ ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ മൾട്ടിപ്ലൈ ചെയ്ത ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അനദർ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള വേറെ ഒരു ഇലക്ട്രോൺസിലോട്ട്, അതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ 2 ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്തു. എങ്ങനെ, നമ്മുടെ സ്പോണ്ടേനിയസ് എമിഷന് വേണ്ട ആ ഒരു എനർജിയും, അതായത് ആ ഒരു എനർജിയും അതുപോലെ നമ്മളൊരു ഫോട്ടോൺ ഓഫ് എനർജി എക്സ്ട്രാ കൊടുത്തത്, ഈ 2 എനർജിയും കൂടി ലൈറ്റ് ആംപ്ലിഫൈ ചെയ്തു. ഈ ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺസും കൂടി ഈ 2 ഫോട്ടോൺ ഓഫ് ലൈറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും, ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റുള്ള വേറൊരു ഇലക്ട്രോണിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യിക്കാനും വേണ്ടി ഈ 2 ഫോട്ടോൺസ് യൂസ് ചെയ്യും. ഈ ഫോട്ടോൺസ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. സോ ഈ 2 ഫോട്ടോൺ പ്ലസ് അതിന്റെ കൂടെ എന്ത് ഫോട്ടോൺസും കൂടി വരും, സ്പോണ്ടേനിയസ് എമിഷൻ നടക്കാനുള്ള 4 യൂണിറ്റ് ഫോട്ടോൺ കൂടി വരും. സോ 3 ഫോട്ടോൺസ് ആയി. ഇവിടെ എന്ത് ചെയ്യാണ്, കൊഹറന്റ് ലൈറ്റ് ഫോം ചെയ്യുക. അതായത് സെയിം ഫേസ്, സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വിത്ത് മോർ എനർജിയിൽ എമിറ്റ് ചെയ്യാൻ. ദിസ് ഇസ് കാൾഡ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ. ആൻഡ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് കൂടുന്നതിനാണ് പറയാ എന്ത്, പോപ്പുലേഷൻ ഇൻവേർഷൻ. ഓക്കെ. സോ റേഡിയേഷൻ വിത്ത് മോർ ഇലക്ട്രോൺസ് വിത്ത് സെയിം ഫേസ് ആൻഡ് ഫ്രീക്വൻസി ഇസ് പോസിബിൾ. സോ ഒരുപാട് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, സെയിം ഫ്രീക്വൻസി ആൻഡ് ഫേസിലുള്ള ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഡ്യൂ ടു ദിസ് ഈ ലൈറ്റ് കൊഹറന്റ് ലൈറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് കാൾഡ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ. സോ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു സിംപ്ലർ ആയിട്ട് പറയാം. അതായത് ഇപ്പോൾ ലേസർ ക്യാവിറ്റി എന്ന് വിചാരിച്ചു, ദിസ് ഇസ് മിറർ ആൻഡ് ദിസ് ഇസ് പാർഷ്യലി റിഫ്ലക്റ്റഡ് മിറർ. ഈ ഫുള്ളി റിഫ്ലക്റ്റഡ് മിററിന് ഈ ആറ്റംസ് ഒക്കെ ഫുള്ളി ഇങ്ങോട്ട് തന്നെ ഈ ഒരു ക്യാവിറ്റിയിലോട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യും. പാർഷ്യലി റിഫ്ലക്റ്റഡ് പാർഷ്യൽ മിററിന് ഈ ഒരു ആറ്റംസ് ഇവിടെ പാർഷ്യലി റിഫ്ലക്ട് ചെയ്യും. സോ ഇതിൽ നിന്ന് ആറ്റംസ് പുറത്തു പോകുന്നില്ല. സോ ആറ്റംസ്
ഇവിടെ നടക്കുന്ന സെയിം പ്രൊസീജിയർ ഇവിടെ നടക്കുന്നു അല്ലെ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഇത് ഓരോ ആറ്റംസിന്ന് ഇലക്ട്രോൺസിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഈ എമിറ്റ് ചെയ്ത ലൈറ്റ് അടുത്ത ഇലക്ട്രോൺസിന് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓർ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും, ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ. ഇവിടെ ലൈറ്റ് സെയിം ഫേസിലാണ് വരുന്നത്, അതായത് അഡിറ്റീവ് സിഗ്നൽസ് വരികയാണെങ്കിൽ ഇവിടെ ലൈറ്റിന്റെ ആംപ്ലിഫിക്കേഷൻ, ലൈറ്റ് സിഗ്നൽ ഇൻക്രീസ് ചെയ്യും, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ അതായത് ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. സോ ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ആണ് ഇവിടെ നമ്മുടെ സിഗ്നൽസ് വരുന്നതെങ്കിൽ സിഗ്നൽ ഡിക്രീസ് ചെയ്യും. പിന്നെ ഈ ഒരു ഫ്രീക്വൻസി കാണാനുള്ള, ഈ ഒരു ആറ്റംസിന്റെ ഫ്രീക്വൻസി ജനറേറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് n/2l. 2l പറയുമ്പോൾ ലെങ്ത് ഓഫ് ക്യാവിറ്റി ആണ്, ആൻഡ് 2l. n പറയുമ്പോൾ അതിന്റെ നമ്പർ ഓഫ് മോഡ്സ്, n nu എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ ഫ്രീക്വൻസി ഓക്കെ ഓഫ് ദ ലൈറ്റ്. സോ n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോഡ്സ് ആണ്. ഇവിടെ n = 1 ആകുമ്പോൾ കണ്ടോ ഒരു സിംഗിൾ മോഡാണ് ഫോം ചെയ്യുന്നത്. ദിസ് ഇസ് ദ figure. When n = 2 we get 2 modes. Okay, and also the color of light or the frequency of light. നമ്മൾ പറഞ്ഞ ഒരു ഫ്രീക്വൻസി ഒരു ക്യാരക്ടർ ഉണ്ടാവുള്ളൂ, സോ ഒരു ലേസർ ഉണ്ടാവുള്ളൂ. സോ കളർ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് രണ്ട് കാര്യത്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് മോഡ്സ്, n = 1 ആണെങ്കിൽ സിംഗിൾ മോഡ്, n = 2 ആണെങ്കിൽ 2 മോഡ് കിട്ടും. അങ്ങനെ നമ്പർ ഓഫ് മോഡ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ലേസർ ക്യാവിറ്റിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്ത് കളർ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് നമ്പർ ഓഫ് മോഡ്സിനും അല്ലെങ്കിൽ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലേസർ ക്യാവിറ്റി, ഇതിനെയും രണ്ടിനെയാണ് കളർ ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ഷോർട്ടായിട്ട് ഇപ്പോൾ എന്താണ് ലേസർ, എന്താ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ, വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആൻഡ് വാട്ട് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നൊക്കെ കിട്ടി. ഓക്കെ, നമുക്ക് അത് ടെക്സ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നൗ ലേസർ, that is light amplification by stimulated emission of another important light source is laser diode. Okay, ഇതൊക്കെ ലേസറിനെ കുറിച്ച് പറയാണ്. പമ്പിംഗ് മെത്തേഡ് ഉണ്ടാവും. when a carrier is pumped into the upper energy level, it can come back to the ground state either spontaneously or stimulation. നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രോൺസിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിന് ഹയർ എനർജി ലെവൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്താൽ അത് കം ബാക്ക് ടു ദിസ് ground state by using two methods, either spontaneously or stimulation. So here we are using stimulated emission, right? So an electron in an atom is excited from energy level E1 to higher energy level E2. E1 and lower energy level to E2 by absorption of photon of energy h nu E2 minus E1. നമ്മൾ പറഞ്ഞു അതായത് എക്സൈറ്റഡ് എനർജി ലെവൽ 5 യൂണിറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽ 1 യൂണിറ്റും ആണെങ്കിൽ 4 യൂണിറ്റ് എനർജി കിട്ടിയാൽ ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുള്ളൂ, excited state lote electrons move ചെയ്യുള്ളൂ. The electrons in high energy level can come to lower energy level spontaneously or by forced stimulated by another photon of the downward transition. നമ്മൾ പറഞ്ഞു സ്റ്റിമുലേറ്റഡ് ആണെങ്കിൽ ഒരു ഫോട്ടോൺ അനദർ ഫോട്ടോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരാം. ഓക്കെ, അതാണ് വരുന്നത്. In this transition, photon of energy each is released. Okay, ഒരു എനർജി റിലീസ് ചെയ്യും. In spontaneous emission, the electron falls down energy E2 to E1 and emit a photon of energy h nu. h nu എന്നുള്ളൊരു എനർജി E2 minus E1 എന്നുള്ളൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും. സ്പോണ്ടേനിയസ് ആണെങ്കിൽ, സ്റ്റിമുലേറ്റഡ് ആണെങ്കിൽ വേറെ h nu എന്നുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യും. Transition is spontaneous and a random photon is emitted. In stimulated emission, an incoming photon of energy h nu, that is E2 minus E1, stimulate the whole emission process by forcing the electron at E2 to transmit down the E1. Okay, നമ്മൾ പറഞ്ഞ സെയിം സംഭവമാണ്. നോർമൽ എനർജി പ്ലസ് ഓക്കെ, ഇതാണ് നമ്മുടെ ഇത്രയാണ് നമ്മുടെ ലേസർ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. സ്പോണ്ടേനിയസ് എമിഷന്, അതുപോലെ തന്നെ ഫസ്റ്റ് സ്പോണ്ടേനിയസ് അബ്സോർപ്ഷൻ നടക്കും. ലോവർ എനർജി ലെവലിന് ഹയർ എനർജി ലെവലിലോട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അവിടെ നാനോ സെക്കൻഡ്സിലും ലൈഫ് ടൈം കുറവാണ്. സോ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കും. സോ ഇനി സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഫോട്ടോൺ ഓഫ് എനർജി കൊടുത്താൽ അവിടെ എന്ത് നടക്കും, സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കും. അപ്പോൾ അവിടെ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അതായത് ലൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യും, കൊഹറന്റ് ലൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ. ദാറ്റ് ഈസ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ലേസർ. ദെൻ ക്ലാസിഫിക്കേഷൻ, ലേസർ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ലേസർ സ്ട്രക്ചർ ക്യാൻ ബി ഡിവൈഡഡ് into broadly classified into here, that is semiconductor laser. Semiconductor lasers can be divided into two, edge emitters and surface emitters. Then edge emitters can be divided into three, that is homojunction,
single heterojunction, double heterojunction. Then surface emitter can be divided into double heterojunction and surface emitter വരുന്നത്. So edge emitter homoയും single heterojunction double heterojunction. Surface emitters വരുന്നതാണ് double heterojunction. അതിൽ stripe geometry അതുപോലെ തന്നെ broad areaയും വരുന്നുണ്ട്. Then stripe geometry വരുന്നതാണ് gain gated index gated. Okay. So നമുക്ക് edge emitter നോക്കാം. So edge emitter വരുന്നത് homojunction, single heterojunction and double heterojunction. ഇത്രയാണ്. So edge emitting laser, the light emerges from the edge of the device where the junction intersects the surface. Okay. Edge emitting laser എന്ന് പറയുമ്പോൾ edge emitting വരുന്ന ഇത് മൂന്നെണ്ണം. Okay. Surface വരുന്നതാണ് ഇത്രയും സ്ട്രൈപ്പ്. ഒക്കെ സ്ട്രൈപ്പും ബ്രോഡൊക്കെ. സോ എഡ്ജ് എമിറ്റിംഗ് വരുമ്പോൾ ലേസർ എമിറ്റ് ചെയ്യുന്ന എവിടുന്നാണ്? എഡ്ജ് ആണ്. എഡ്ജിൽ നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ. So the configuration is simple and easy to fabricate. Most laser diodes are edge emitters. Edge emitters are adhigam. They suffer from drawbacks that the volume of material that can contribute to the laser emission is limited and they are difficult to package as 2D arrays. Okay, edge emitter ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എഡ്ജ് ആയതുകൊണ്ട് ഒരു എത്ര വോളിയം നമ്മുടെ ലേസറിന് എത്ര വോളിയം ഉണ്ടായാലും അതിൻ്റെ എഡ്ജസിന് മാത്രമേ ലൈറ്റ് വരുന്നുള്ളൂ. സോ നമ്മളത് ഫുള്ളായിട്ട് ആ ഒരു ലേസർ ഡയോഡിനെ യൂസ് ചെയ്യാത്ത പോലെ. സോ വോളിയം ഓഫ് മെറ്റീരിയൽ നമ്മൾ എന്തേ സഫർ ഫ്രം ദ ഡ്രോബാക്ക് ദാറ്റ് ദ വോളിയം ഓഫ് മെറ്റീരിയൽ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ലേസർ എമിഷൻ ഇസ് ലിമിറ്റഡ്. സോ ലേസർ എമിഷന് എന്താണ് ലേസർ എമിഷൻ ചെയ്യാനുള്ള വോളിയം കുറവാണ്. സിൻസ് ഇറ്റ് ഈസ് ദ ലൈറ്റ് എമിറ്റിംഗ് ഫ്രം എഡ്ജിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2D അറേസ് ആയിട്ട് പാക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. സോ എഡ്ജ് എമിറ്ററിൽ നമ്മൾ 3 ടൈപ്സ് ലേസേഴ്സ് പഠിച്ചിട്ട് ഹോമോജങ്ഷൻ, സിംഗിൾ ഹെറ്ററോജങ്ഷൻ ആൻഡ് ഡബിൾ ഹെറ്ററോജങ്ഷൻ. റൈറ്റ്. സോ ഹോമോജങ്ഷൻ എന്ന് പറഞ്ഞാൽ വൺ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ വിത്ത് ഡിഫറെൻറ്റ് ഡോപ്പൻസ് യൂസ്ഡ് ടു ഫാബ്രിക്കേറ്റ് ദ പി എൻ ജംഗ്ഷൻ. ഹോമോജങ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ഡോപ്പൻസ് ആണ് യൂസ് ചെയ്യുന്നത് പി എൻ ജംഗ്ഷന് വേണ്ടി. അതായത് ഒരേ സെമി കണ്ടക്ടറിൽ പി ടൈപ്പും എൻ ടൈപ്പും ആയിട്ട് പി എൻ ജംഗ്ഷൻ കിട്ടാൻ വേണ്ടി 2 ഡോപ്പൻസ് യൂസ് ചെയ്യുന്നതിനാണ് ഹോമോജങ്ഷൻ ലേസർ എന്ന് പറയാം. ഓക്കെ. ഹോമോജങ്ഷൻ ലേസർ ഇവിടെ തന്നിട്ടുണ്ട്. ദിസ് ഇസ് ഹോമോജങ്ഷൻ ലേസർ. ഹോമോജങ്ഷൻ ലേസർ എന്ന് പറയുമ്പോൾ ഇവിടെ ഗാലിയം ആർസനൈഡ് ആണ് ഫുൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഹോമോജങ്ഷനിൽ അതായത് ഗാലിയം ആർസനൈഡിന്റെ പി ടൈപ്പും ഗാലിയം ആർസനൈഡിന്റെ എൻ ടൈപ്പും. ഓക്കെ. ദിസ് ഇസ് ഹോമോജങ്ഷൻ എന്ന് പറയാൻ കാരണം ഈ ഗാലിയം ആർസനൈഡിന്റെ പി ടൈപ്പിൽ തന്നെ ഒന്ന് ഡോപ്പന്റ് കൂടിയത് അതായത് ഹൈലി ഡോപ്ഡും പി മൈനസ് ആകുമ്പോൾ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ. സോ ദിസ് ഇസ് കാൾഡ് ദിസ് ഇസ് ഹോമോജങ്ഷൻ. ഹോമോജങ്ഷൻ ആകുമ്പോൾ സെയിം പി ടൈപ്പിൽ 2 ഡിഫറെന്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നതിനാണ് ഹോമോജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നൗ okay, the index refraction depends upon the impurity added and the dopant level. Okay, ഈ refractive index എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ എത്ര ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു, അതുപോലെ തന്നെ അതായത് ഡോപ്പൻ ലെവൽ എത്ര ആഡ് ചെയ്തു. The lightly doped material has the highest index of refraction and more heavily doped material have lower refractive index. Okay. ലൈറ്റ്ലി ഡോപ്ഡ് മെറ്റീരിയലിന് ഹൈ, അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഹൈലി ഡോപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിന് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആവും. ഇപ്പൊ ഇവിടെ ഡോപ്പിംഗ് പി പ്ലസിനാണ്, ഹൈലി ഡോപ്ഡ് ഗാലിയം ആർസനൈഡ് ഹൈലി ഡോപ്ഡ് പി പ്ലസിനാണ്. സോ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പി പ്ലസ് ഇസ് ലെസ്. ഇവിടെ ലൈറ്റ്ലി ഡോപ്ഡ് ഗാലിയം ആർസനൈഡ് ആണ്, ഗാലിയം ആർസനൈഡ് ആണ്, ഡോപ്പിംഗ് കുറവാണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഹൈയർ. സോ ഹൈലി ഡോപ്ഡിന് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ലൈറ്റ്ലി ഡോപ്ഡിന് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. This produces the light pipe effect, which helps to confine the laser light to the active junction region. In this structure, the index difference is low and much light is lost. ഇവിടെ കുറച്ച് ഇൻഡെക്സ് ഡിഫറൻസ് കുറവാണ് ഈ സ്ട്രക്ചറിൽ, അതായത് ഹോമോ ജംഗ്ഷനിൽ. അതായത് ഒരേ ജംഗ്ഷൻ ആയതുകൊണ്ട് ഒരേ ഫോട്ടോണിൽ ജസ്റ്റ് ഡോപ്പിംഗ് ലെവൽ മാത്രമേ അല്ലെങ്കിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ്റെ ലെവൽ മാത്രമേ മാറുന്നുള്ളൂ, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ആഡഡ് മാത്രമേ മാറുന്നുള്ളൂ അല്ലേ. സോ സെയിം പി ടൈപ്പിൽ ഹൈലി ഡോപ്ഡ് ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്, കൂടുതൽ ലൈറ്റ്ലി ഡോപ്ഡിനും കുറവ് ഹൈലി ഡോപ്ഡിനാവും. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ ഇൻഡെക്സ് ഡിഫറൻസ് കുറവാണ്, കാരണം സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ് ലോസ് ആവുന്നതും കുറവാണ്. ഓക്കെ. ഇനി സിംഗിൾ ഹെറ്ററോജങ്ഷൻ. The fraction of gallium in the p-type layer is replaced by aluminum to reduce the index of refraction. Okay, refractive index കുറക്കാൻ വേണ്ടി നമ്മൾ ഇത് പി ടൈപ്പ് തന്നെയാണ്, പക്ഷേ ഈ ഗാലിയം ആർസനൈഡിന്റെ കൂടെ ഒരു ഫ്രാക്ഷൻ ഓഫ് അലൂമിനിയം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറക്കാനും വേണ്ടി. ഓക്കെ. സോ ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ആ ഒരു സ്കെയിൽ അവിടെ തരുന്നത്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് കുറവാണ് അല്ലേ. രണ്ടും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ.
ഹെവിലി ഡോപ്ഡ് ആയതുകൊണ്ട് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, പി ലൈറ്റ്ലി ഡോപ്ഡ് ആയതുകൊണ്ട് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും പി പ്ലസ് ഹെവിലി ഡോപ്ഡ് ആയതുകൊണ്ട് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ലോ ലെവലാണ്. ഇവിടെ ഒരു അലൂമിനിയം കൂടി കൂട്ടുമ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നും കൂടി കുറയും, ഹൈ ആയിട്ട് കുറയും, ഭയങ്കരമായിട്ട് കുറയും. ഇവിടെ പിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ഇപ്പോൾ ഒരു ഡിഫറൻസ് തമ്മിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് കൂടുതലായിരിക്കും. ഓക്കെ, സോ in single heterojunction, the fraction of gallium in the p-type layer is replaced by aluminum to reduce the index of refractive index. Refractive index കുറക്കാനും വേണ്ടി അലൂമിനിയം യൂസ് ചെയ്തു. സോ നന്നായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്തു, ഈ സൈഡിൽ കുറഞ്ഞു. ഹെവിലി ഡോപ്ഡ് ആയതുള്ളടത്ത് സൈഡിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു, കാരണം പി പ്ലസ് ഉള്ളിടത്ത് ഹെവിലി ഡോപ്ഡ് ആണ്. ഓക്കെ, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു. ദ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കുറഞ്ഞു, which results in better confinement of laser light to the optical cavity. So optical cavity യിൽ ലേസറിന്റെ ലൈറ്റ് ഒന്നും കൂടി കൺഫൈൻഡ് ആവും, കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നന്നായിട്ട് കുറഞ്ഞുകൊണ്ട്. These lead to lower losses, lower current, reduced damage and longer lifetime of diode. ഈ ഒരു മോഡല് നമ്മൾ ലൈഫ് ടൈം കൂട്ടും, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈലി ഡോപ്പിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നന്നായിട്ട് കുറഞ്ഞു. സോ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ട് കണ്ടോ, ഇവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ഹെവിലി ഡോപ്പിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ട് ഇത് ലൈഫ് ടൈം കൂടും. അതുപോലെ തന്നെ ലൈറ്റ് ലീക്കേജ് ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ആണ് ഡബിൾ ഹെട്രോ ജംഗ്ഷൻ. ഡബിൾ ഹെട്രോ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കണ്ടോ, ഇവിടെ പി ടൈപ്പ് ആണെങ്കിലും പി ടൈപ്പ് ഗാലിയം ആർസനൈഡ് ആണെങ്കിലും ഇവിടെ എൻ ടൈപ്പ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഹെട്രോ ജംഗ്ഷൻ ഇപ്പോൾ ഗാലിയം ആർസനൈഡ് ഈ ഒരു ജംഗ്ഷന് സെയിം ആണ്, പക്ഷെ ഇവിടെ ഈ രണ്ട് ജംഗ്ഷനിലും എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഈ ജംഗ്ഷനിലും ഹെട്രോ ജംഗ്ഷൻ ആണ്, അതുപോലെ തന്നെ ഈ ജംഗ്ഷൻ ഹെട്രോ ജംഗ്ഷൻ. ഇവിടെ ഗാലിയം ആർസനൈഡ്, ഇവിടെ അലൂമിനിയം ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഓൺലി വൺ ജംഗ്ഷൻ region is composed of gallium arsenide. ഈ ഒരു ജംഗ്ഷൻ മാത്രം ഗാലിയം ആർസനൈഡ് ഉള്ളൂ. both p and n region are of aluminum gallium arsenide. much better confinement is obtained. ഇവിടെ രണ്ടിലും ഈ രണ്ട് ജംഗ്ഷനും അലൂമിനിയം ഗാലിയം ആർസനൈഡ് ആണ്. ഇവിടെയൊക്കെ ഈ ഒരു ജംഗ്ഷൻ ഓക്കെ ആയിരുന്നു. ഓക്കെ, ഇവിടെ ഡബിൾ ഹെട്രോ ജംഗ്ഷൻ അറിയാൻ കാരണം ഇവിടെയും ഹെട്രോ ജംഗ്ഷൻ ആണ്, ഇവിടെയും ഹെട്രോ ജംഗ്ഷൻ. സോ ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ ഹെട്രോ ജംഗ്ഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ആ ഒരു ഫിഗർ ഇതാ വരുന്നത്. ഇവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, കമ്പോസ്റ്റ് ബോത്ത് പി എൻ ടൈപ്പ് ഗാലിയം മച്ച് ബെറ്റർ കൺഫൈൻമെന്റ്. ഈ സ്ട്രക്ചറിൽ ഒന്നും കൂടി ഈ ലൈറ്റ് കൺഫൈൻഡ് ആവും. ഇറ്റ് ലീഡ്സ് ടു റെഡ്യൂസ്ഡ് ലോസ്, ബട്ട് ദർ ആർ 2 അഡീഷണൽ ഡിഫിക്കൽട്ടീസ്. ലോസ് കുറവാണ്, പക്ഷെ ഡിഫിക്കൽട്ടീസ് എന്താന്ന് വെച്ചാൽ ദ ഒപ്റ്റിമൽ റേഡിയേഷൻ ഈസ് സോ വെൽ കൺഫൈൻഡ് ദാറ്റ് ദ ഔട്ട്പുട്ട് പവർ മേ ഈസിലി റീച്ച് ദ ഡാമേജ് ത്രെഷോൾഡ്. ഈ ഔട്ട്പുട്ട് പ്രഷർ പെട്ടെന്ന് ഡാമേജിലോട്ട് എത്തും. ദ ടൈറ്റ് കൺഫൈൻമെന്റ് ആൾസോ റെഡ്യൂസസ് ദ എഫക്റ്റീവ് ബീം വിഡ്ത്ത് ഓഫ് ദ ഒപ്റ്റിക്കൽ അപ്പോസിറ്റ് ഓഫ് ദ ലൈറ്റ്. ദിസ് ഇൻക്രീസസ് ഡൈവേർജൻസ് ആംഗിൾ ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ജംഗ്ഷൻ. ഇങ്ങനെ ആകുമ്പോൾ ഡൈവേർജൻസ് ആംഗിൾ കൂടുന്നതുകൊണ്ട് തന്നെ ഇത് ഡിഫിക്കൽട്ട് കൺസ്ട്രക്ഷൻ ആണ്. സോ ഇതാണ് ബെറ്റർ, അതായത് സിംഗിൾ ഹെട്രോ ജംഗ്ഷൻ. ഇത് ഡബിൾ ഹെട്രോ ജംഗ്ഷൻ കൺസ്ട്രക്ഷൻ ഡിഫിക്കൽട്ട് ആണ്, അതുപോലെ തന്നെ അതിന്റെ കൺഫൈൻമെന്റും ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, ലൈറ്റ് കൺഫൈൻമെന്റും ഡബിൾ ഹെട്രോ ജംഗ്ഷനിൽ ഡിഫിക്കൽട്ട് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സർഫസ് എമിറ്റിംഗ് ലേസർ. ഓക്കെ, സർഫസ് എമിറ്റിംഗ് ലേസറിൽ നമ്മൾ പഠിക്കുന്ന ഡബിൾ ഹെട്രോ ജംഗ്ഷനിൽ തന്നെയാണ്, ഡബിൾ ഹെട്രോ ജംഗ്ഷൻ തന്നെയാണ് സർഫസ് എമിറ്റിംഗിൽ വരുന്നത്. ഓക്കെ, സോ സർഫസ് എമിറ്റിംഗ് ലേസർ, ദ ലൈറ്റ് എമർജസ് ഫ്രം ദ സർഫസ് ഓഫ് ദ ചിപ്പ് റാദർ ദാൻ ഫ്രം ദ എഡ്ജ്. എഡ്ജ് അല്ല, സർഫസ് എന്നാണ് വരിക. ദ ഡിവൈസ് ക്യാൻ ബി പാക്ഡ് ഡെൻസ്ലി ഓൺ എ സെമി കണ്ടക്ടർ വേവ് ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഫാബ്രിക്കേറ്റ് 2D അറേസ് ഈസിലി. സോ എഡ്ജ് എമിറ്റിംഗിൽ 2D അറേസ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം സൈഡിൽ നിന്നാണ് എന്ത് വരുന്നത്, എഡ്ജസ് നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഇവിടെ സർഫസ് നിന്ന് എഡ്ജ് എമിറ്റ് ചെയ്യുന്നതുകൊണ്ട് 2D കൺസ്ട്രക്ഷൻസ് ഈസിയാണ് ആൻഡ് ഓൾസോ ഡെൻസ്ലി പാക്ക് ചെയ്യാനും പറ്റും. നമുക്ക് സെമി കണ്ടക്ടറിനെ ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്ത് ഒരുപാട് സെമി കണ്ടക്ടറിന് ഡെൻസ് ആയി പാക്ക് ചെയ്യാം. ഈ സർഫസ് എമിറ്റിംഗ് LED വരുന്നതാണ് ഡബിൾ ഹെട്രോ ജംഗ്ഷൻ LED. ഓക്കെ, ഇൻ മോസ്റ്റ് മോഡേൺ സെമി കണ്ടക്ടർ ലേസർ ദ കറന്റ് ഈസ് ഇൻജക്റ്റഡ് ഓൺലി വിത്തിൻ എ നാരോ റീജിയൻ ബിനീത്ത് എ സ്ട്രൈപ്പ് കോണ്ടാക്ട് സെവറൽ മൈക്രോവൈറ്റ് in order to keep the threshold current low and to control the optical field distribution in the lateral direction. Okay, ഇനി നമുക്ക് ഈ ഒരു സർഫസ് എമിറ്റിംഗ് LED നമുക്ക് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സർഫസ് എമിറ്റിംഗ് LEDയും ഗെയിൻ ഗൈഡഡ് LEDയും അതുപോലെ തന്നെ ഇൻഡെക്സ് ഗൈഡഡ് LEDയും അതുപോലെ തന്നെ സ്ട്രൈപ്പ് ആൻഡ് ബ്രോഡ് ഏരിയ LED സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സോ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ about up to edge emitting LED. Okay, in next class we can continue with the surface emitting LEDs. Okay, so that's all about today's class. Thank you. Have a nice day.